പ്രിയ വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും ഈ സെപ്റ്റംബർ 5-ാം തീയതി നിങ്ങളൊരു ബൊക്കെ ഉണ്ടാക്കി ഒരു കാർഡിൽ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകന് ഒരു ആശംസകൾ എഴുതി കൊണ്ടുപോയി കൊടുക്കണം നിങ്ങൾ സ്കൂളിൽ. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഫ്ലവറിംഗ് നടക്കും. നമസ്കാരം, ഞാൻ ലാലുമലയിൽ. സെപ്റ്റംബർ 5-ാം തീയതി വരുന്നു, അധ്യാപക ദിനം. അധ്യാപകരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും വിലപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, നിങ്ങൾ ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചു കാണും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ചില്ലിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന എത്ര അധ്യാപകരുണ്ടാവും? ഹൃദയത്തിൽ നമുക്ക് ആ അധ്യാപകരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയുന്ന ചില അധ്യാപകർ. അങ്ങനെ ഒരു അധ്യാപികയുടെ കഥ പറയാനാണ് ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അധ്യാപകരോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, 4-ാം ക്ലാസ്സിൽ വെച്ച് എന്നെ പഠിപ്പിക്കാത്തൊരു ടീച്ചറുണ്ട്, സരസ്വതി ടീച്ചർ. സരസ്വതി ടീച്ചർ എന്നെ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ അല്ല. പക്ഷേ ഒരിക്കൽ ആ കുട്ടിത്തത്തിൻ്റെ ആ ബാലപീഡകൾ അനുഭവിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ വരാന്തയിൽ വെച്ച് നിക്കറിൽ അപ്പിയിട്ട് പോയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. വാസ്തവം പറഞ്ഞാൽ അന്ന് ഞാൻ അനുഭവിച്ച സങ്കടം ഇന്ന് ആർക്കും പറഞ്ഞാൻ കഴിയില്ല. അതുകൊണ്ട് അധ്യാപകരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട അധ്യാപകരെ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു വ്യക്തിയാണ്. ആ കുട്ടി കേൾക്കുന്ന അപമാനഭാരവും ഒരിക്കലും അവൻ മറക്കില്ല. അവന് ലഭിച്ച അപമാനങ്ങളും അവന് ലഭിച്ച ഏറ്റവും വലിയ പ്രചോദനങ്ങളും ആ കുഞ്ഞു മറക്കത്തില്ല. അങ്ങനെ ഒരു ഓർമ്മയാണ് നിങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ നിക്കറിൽ അപ്പിയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പേര് അതുവഴി കടന്നുപോയി. എന്നെ കണ്ടിട്ടും കാണാതെ പോയി ഒരുപാട് ടീച്ചേഴ്സ്. പക്ഷേ എൻ്റെ സരസ്വതി ടീച്ചർ, എന്നെ പഠിപ്പിക്കാത്ത സരസ്വതി ടീച്ചർ അതുവഴി വന്നപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ എല്ലാ കുട്ടികളെല്ലാം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ടീച്ചർ ആ പുസ്തകമൊക്കെ കൊണ്ട് ഡെസ്കിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്ന് എന്നെ എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മോനെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് ടീച്ചറിൻ്റെ കൈകൾ എൻ്റെ അമ്മയുടെ കൈകൾ തോളിൽ വെച്ച പോലെ തോന്നി. ഓരോ അധ്യാപകരും ഒരു അമ്മയുടെ മനോഭാവമുള്ളവരായി മാറണം. അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇന്ന് അധ്യാപന മേഖലയിലേക്ക് വന്ന് അമ്മ മനസ്സ് ഉള്ളവർ പഠിപ്പിച്ചാൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്കത് അവരുടെ ഹൃദയത്തിൽ കയറുമെന്നുള്ളതാണ്. അമ്മയുടെ സാമീപ്യം, അമ്മയുടെ സ്നേഹത്തോടുകൂടി അവരെ പരിഗണിക്കുന്നത് അവർക്ക് തോന്നും. സരസ്വതി ടീച്ചറിന് ഞാനൊരു മോനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്ത, എന്നെ പരിചയമില്ലാത്ത ടീച്ചർ എൻ്റെ ആ നിസ്സഹായ അവസ്ഥയിൽ എന്നെയും കൊണ്ട് ആ സ്കൂളിൻ്റെ കന്യാകോണിലുള്ള കന്നിക്കുളത്തിലേക്ക് കൊണ്ടുപോയി പോളകളൊക്കെ നീക്കി എൻ്റെ നിക്കർ ഉരഞ്ഞ് കഴുകിച്ച് എന്നെ ഉണങ്ങിയ ഒരു പ്രതലത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ആ നിക്കർ കൊണ്ടുപോയി വെള്ളത്തിൽ തിരുമി. അപ്പോൾ വെള്ളത്തിന് ഏഷ്യൻ പെയിൻറ്റ്സ് അപ്പക്സ് കലക്കിയുള്ള കളറായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന പണിയാണിതൊക്കെ. അതാണ് ആ ടീച്ചർ അന്ന് ചെയ്തത്. എന്നിട്ട് അല്പം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ 7-ാം ക്ലാസ്സിലുള്ള ഒരു ചേട്ടനെയും കൂട്ടി എന്നെ വീട്ടിലേക്ക് വിട്ടു. പ്രിയപ്പെട്ടവരെ, ആ സരസ്വതി ടീച്ചറിൻ്റെ ജീവിതം ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. എൻ്റെ ജീവിതത്തിലും 4-5 പേർ മാത്രമേ അങ്ങനെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരുള്ളൂ. അങ്ങനെ തങ്ങി നിൽക്കുന്ന ബാക്കി അധ്യാപകരുടെ കഥ പുറകെ പറയാം. സയൻസ് പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ സയൻസ് പഠിപ്പിച്ചവർ, കണക്ക് പഠിച്ചപ്പോൾ ജീവിതത്തിന്റെ കണക്കൂട്ടൽ പഠിപ്പിച്ചവർ, വ്യാകരണം പഠിപ്പിച്ചപ്പോൾ ജീവിതത്തിന്റെ വ്യാകരണം പഠിപ്പിച്ചവർ, അങ്ങനെയുള്ളവർ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്നവരായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും 1000 ആശംസകൾ നേരുന്നു. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയ വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും ഈ സെപ്റ്റംബർ 5-ാം തീയതി നിങ്ങളൊരു ബൊക്കെ ഉണ്ടാക്കി, ഒരു പൂവുണ്ടാക്കി ഒരു കാർഡിൽ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകന് ഒരു ആശംസകൾ എഴുതി കൊണ്ടുപോയി കൊടുക്കണം നിങ്ങൾ സ്കൂളിൽ. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഫ്ലവറിംഗ് നടക്കും. മുമ്പ് നിങ്ങളെ പഠിപ്പിച്ച പഴയ റിട്ടയറായ അധ്യാപകരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വീട്ടിൽ പോയി കാണുക. അതൊരു വലിയ നവ്യാനുഭൂതിയായിരിക്കും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യാപക ദിനത്തിന്റെ സർവ്വവിധ മംഗളങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ. താങ്ക് യു.